ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു അടിപൊളി കുൽഫിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ നല്ല അടിപൊളിയായിട്ടുണ്ടെന്ന്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. ഞാൻ ആദ്യം ഇടാം. അതിനുവേണ്ടി ഞാനൊരു ചെറിയൊരു ബൗളിൽ ഞാൻ രണ്ട് ടീസ്പൂൺ ഞാൻ കസ്റ്റർഡ് പൗഡറാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒരു 1/4 ഗ്ലാസ് പാൽ കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി കട്ടയില്ലാതെ ഞാൻ മിക്സ് ചെയ്തെടുക്കണം. ഞാൻ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചാൽ മതി, മനസ്സിലാവും. അപ്പം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല, കാണുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് മനസ്സിലാവും. ഇപ്പം ഈ രീതിയിൽ വേണം നമ്മൾ ചെയ്ത് കട്ടയില്ലാതെ അതിന് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട്, ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിപ്പോൾ 3 ഗ്ലാസ് പാല് ഞാൻ ചൂടാകാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് ഞാൻ ഒരു കപ്പ് വേണ്ട, 3/4 കപ്പ് ഇട്ടാൽ മതി. ഭയങ്കര ഓവർ മധുരമായി പോകും. അപ്പോൾ അത് ഓപ്ഷനിലാണ്. ഒരു കപ്പ് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ 3/4 കപ്പ് പഞ്ചസാര ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. അതിപ്പോൾ നന്നായി പഞ്ചസാര എല്ലാം അലിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ കസ്റ്റേർഡ് പൗഡറിൽ ഞാൻ മിക്സ് ചെയ്ത് വെച്ച കസ്റ്റേർഡ് പൗഡറിൻ്റെ ഞാൻ ലിക്വിഡ് അതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഒരു 4-5 മിനിറ്റ് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം അത് കുറച്ച് തിക്നെസ് ആയിട്ട് വരും. നമ്മൾ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഏകദേശം തിക്നെസ് ആയിട്ട് വരുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ആണല്ലേ, ഇപ്പൊ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നല്ല തിക്കല്ല, നല്ല സാധാരണ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് നന്നായി തണുക്കാൻ വേണ്ടി വെക്കാം. ചെറിയ ചൂട് കൂടി ഉണ്ടാകും പാടില്ല, നന്നായി തണിയാൻ വേണ്ടി വെച്ചു കൊടുക്കാം. ഇപ്പൊ ഞാൻ 2 ടേബിൾ സ്പൂൺ ആണ് വിപ്പിംഗ് ക്രീം ഞാൻ ഒരു മിക്സിയിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തു. പിന്നെ ഒരു നുള്ള് ഏലക്കാപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1 നുള്ള് മതി, അതിന്റെ ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അത് നമുക്കൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഇപ്പൊ ഈ രീതിയിൽ വന്നതിന് ശേഷം നമ്മൾ തണിയാൻ വേണ്ടി വെച്ച് നന്നായി തണിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മൾ മിക്സിയിലേക്ക് ആ ലിക്വിഡ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. നമ്മുടെ പാറ്റേൺ റെഡി ആയിട്ടുണ്ട്. നമ്മളുടെ ഏത് അച്ഛനും നമ്മൾ ചെയ്യുന്നതോ ഏത് വേണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. ഗ്ലാസ്സിലാണെങ്കിൽ ചെയ്യണമെങ്കിൽ ഗ്ലാസ്സിൽ ചെയ്യാം. ഞാനിപ്പോൾ ഷുഗർ സ്പ്രിങ്കിളാണ് ഇട്ടിട്ടുള്ളത്, ഒരു ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓപ്ഷനിലാണത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന അച്ചാണ് ഞാനിപ്പം കാണുന്നത്. അപ്പോൾ ആ അച്ചിലേക്ക് എന്നിട്ട് നമുക്ക് അതിന്റെ ക്യാപ്പ് ഇട്ട് കൊടുക്കാം. ക്യാപ്പ് ഇട്ടാലും കുഴപ്പമില്ല, കോലിട്ട് കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ 2 ഇടുന്നുണ്ട്. അപ്പോൾ പിന്നെ ചെയ്യേണ്ടത് നമുക്ക് ഒരു 8-10 മണിക്കൂർ നമ്മൾ ഫ്രീസറിൽ വെക്കാം. വെച്ചതിന് ശേഷം നമുക്ക് 8-10 മണിക്കൂർ വെച്ചതിന് ശേഷം നമുക്ക് നോർമൽ വെള്ളത്തിൽ വേണം നമുക്കിത് ഒന്ന് നനച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനത് കാണിച്ചു തരാം. ഇപ്പൊ 10 മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. നന്നായി കട്ടയായിട്ടുണ്ട്. പിന്നെ ഇതുപോലെ നോർമൽ വാട്ടറിൽ വേണം 1 മിനിറ്റ് നേരം ഇങ്ങനെ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ളൊരു വീഡിയോ മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി എടുത്ത് കാണിച്ചു തരാം. പെട്ടെന്ന് എടുക്കാൻ പറ്റും. 1 മിനിറ്റ് നേരം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇതുപോലെ എടുക്കാൻ പറ്റും. അടിപൊളിയായിട്ടുള്ള കുൾഫി റെഡി ആയിട്ടുണ്ട് കേട്ടോ. കാണില്ല, നമുക്ക് വേണമെങ്കിൽ ഒന്ന് സ്പ്രിങ്കിൾ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഡെക്കറേറ്റ് ചെയ്തതാണ്. നല്ല അടിപൊളി കുൾഫി റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.